शुद्ध पानी। नारियल का पानी। എന്താ? नारियल पानी। क्या क्या? हमको पीने के लिए नारियल का पानी। മനസ്സും നിറഞ്ഞു, എൻ്റെ വയറും നിറഞ്ഞു ഗൈസ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണേ. വേറൊന്നുമല്ല, വീട്ടിലെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സാധനം വാങ്ങാനായിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ കരുതി എന്നാൽ ഒരു കുഞ്ഞു വീഡിയോ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിവിടെ അടുത്തൊരു മാളുണ്ട്, അവിടെ നിന്നാണ് എടുക്കുന്ന സാധനങ്ങൾ. അങ്ങനെ സ്ഥിരം എടുക്കുന്ന ആൾക്കാരൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ പോയി എടുക്കാറുണ്ട്. സ്റ്റേഷനറീസൊക്കെ തീരുമ്പോൾ അവിടെ നിന്നാണ് കൂടുതലും എടുക്കുക. അപ്പം ഞാനും ചേച്ചിയും കൂടെ ആയിരുന്നേ പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് തീർന്നിരുന്ന കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളും പിന്നെ കുറച്ച് മലക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളിങ്ങനെ തപ്പിപ്പറക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. വാങ്ങാനൊന്നുമുള്ള എമൗണ്ട് നമ്മുടെ ഇല്ല, പക്ഷേ ഇങ്ങനെ കണ്ട് സൂചിച്ച് പോകാനൊരു രസമായിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം തീർന്നിരുന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ സാധനങ്ങളും തപ്പി ഇങ്ങനെ നടക്കുവാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഈ അഞ്ചാലമൂട് ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവരാണ്, അതായത് കൊല്ലം ജില്ലയിലെ അഞ്ചാലമൂട് ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് അറിയാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇത് ഐമാളുകാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം അത് ഭാരത് ബേക്കേഴ്സുകാർ ഏറ്റെടുത്തു. അപ്പം ഈ ഒരു സെക്ഷൻ, ഈ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് ഇപ്പോൾ ഭാരത് ബേക്കേഴ്സുകാരാണ്. അപ്പോൾ നമ്മൾ ദാണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വേണ്ടുന്നത്, അതായത് നമ്മൾ കിറ്റല്ലാതെ വേണ്ടുന്ന കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് അങ്ങനെ എടുക്കുമല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും ഇവിടെ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ ഇങ്ങനെ നിൽക്കുവാണ്. അധികമൊന്നും എടുത്തിട്ടില്ല, കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളായിരുന്നു. എന്തൊക്കെയാണ്, ക്യാരറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബാക്കി അല്ലാണ്ട് സ്റ്റേഷനറി ഐറ്റംസ് എടുത്ത സാധനങ്ങളും അതെല്ലാം അങ്ങോട്ട് താണ്ടേ അത് സെപ്പറേറ്റ് ബില്ലിംഗ് ആണ്. അപ്പോൾ അത് ബില്ലിംഗ് എടുത്തുകൊണ്ട് നിൽക്കുവാണ്. ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിന്നെ വേറെങ്ങും പോയില്ല, നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അയ്യോ കുഴഞ്ഞു ഗൈസ്, എന്തൊരു ചൂട്. വീടെത്തി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വിശന്നിട്ട് വയ്യ, പക്ഷേ എന്തോ ഊറ് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പം വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ബ്രെഡ് മേടിച്ചിട്ടുണ്ട്, അപ്പം ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറ് കഴിക്കാനായിട്ട് രസം തോന്നുന്നില്ല, അപ്പം ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ബ്രെഡ് ഓംലേറ്റ് ആക്കാമെന്നായിരുന്നു. പക്ഷേ മുട്ട തീർന്നു പോയി, മുട്ട വാങ്ങാനായിട്ട് വിട്ടുപോവുകയും ചെയ്ത്. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ വിചാരിച്ച് ഞങ്ങൾ എന്തായാലും വെജിറ്റബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു സാൻഡ്വിച്ച് പോലോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. സാൻഡ്വിച്ച് എന്നൊന്നും ഇതിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല. ഉണ്ടായിരുന്ന കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബ്രെഡും പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നു, ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, സവോള ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ വറുത്തതുണ്ടായിരുന്നു, പിന്നെ ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ക്യാബേജും ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ നമ്മുടെ ടൊമാറ്റോ സോസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ ബ്രെഡിനകത്ത് ഫില്ല് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുത്തതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ചുമ്മാ ഇരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് തട്ടിക്കൂട്ടി വേണമെന്നുണ്ടെങ്കിൽ വല്ല ബ്രെഡ് സാൻഡ്വിച്ച് എന്നൊക്കെ പറയാം. എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുള്ള സാധനമല്ലേ. ചീസ് ഹോം മെയ്ഡാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പശുവിൻ്റെ പാല് വെച്ചുണ്ടാക്കിയ ഹോം മെയ്ഡ് ചീസ് വെച്ചിട്ടാണ്. സോ എനിക്ക് വിശക്കുന്നു, നല്ല രീതിയിൽ വിശക്കുന്നു. വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട, നമുക്ക് അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കാം അല്ലേ. കൊള്ളാം കേട്ടോ. പച്ചവെള്ളം
തണുത്ത വെള്ളം. ചൂടത്ത് തണുപ്പുള്ളൊക്കെ കുടിക്കുന്ന എന്തൊരു സുഖം. അപ്പം മനസ്സും നിറഞ്ഞു, എൻ്റെ വയറും നിറഞ്ഞു ഗൈസ്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ പറയണം. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.